ഇപ്പോൾ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയുമായ വി കെ സനോജ് കൂടി നമുക്കിപ്പോൾ ചേരുകയാണ്. വി കെ സനോജ്, ആദ്യം ഈ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ വിവാദം ഉണ്ടായപ്പോൾ ഈ കാവി പുതപ്പിച്ച വനിതയാണ് ഭാരതാംബ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ ആ ചിത്രം വയ്ക്കുകയും അതിനു മുൻപിൽ വിളക്ക് കത്തിക്കണം എന്ന് പറഞ്ഞത് വിവാദമായപ്പോൾ ആദ്യം നിലപാട് ഉപേക്ഷിച്ചു. വീണ്ടും ഇന്നലെ മന്ത്രി വി ശിവൻകുട്ടി പങ്കെടുത്ത പരിപാടിയിൽ വീണ്ടും ഈ ഭാരതാംബ എന്ന് പറയുന്ന RSSന്റെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. RSSന്റെ തിട്ടൂരം വാങ്ങി RSSന്റെ നിലപാടുകൾക്കനുസരിച്ച് പ്രവർത്തിക്കേണ്ട ആളാണോ ഈ ഗവർണർ? മാത്രമല്ല, ഈ ഗവർണർ പദവി തന്നെ വലിയ പ്രശ്നമാണ്. ആ ഗവർണർ പദവി തന്നെ ഒഴിവാക്കേണ്ടെന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇടപെടൽ. രാജ്ഭവനെ സംഘപരിവാറിന്റെ വേദിയാക്കാനാണ് ഈ ഗവർണർ ശ്രമിക്കുന്നതെങ്കിൽ ഇന്നലെ തന്നെ കണ്ടതാണ് ഡിവൈഎഫ്ഐ വലിയ തരത്തിലുള്ള സമരം. ഇനിയും സമരങ്ങളുടെ വലിയ വേരറ്റം തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, അല്ലേ സനോജ്? തീർച്ചയായിട്ടും ഗവർണർ ഭരണഘടനാ പദവിയാണ്. ആ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടാണ് RSSന്റെ അടിമപ്പണിയെടുക്കാൻ കുറെ ആളുകളെ ഇപ്പൊ നിയോഗിച്ചിട്ടുള്ളത്. അതൊന്നും കേരളം പോലെയുള്ള സ്ഥലത്ത് വിലപ്പോവില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ അയച്ച ഗവർണർ നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അപ്പൊ ജനങ്ങൾക്ക് തന്നെ അങ്ങേയറ്റം പുച്ഛം തോന്നുന്ന വിധത്തിൽ വളരെ അപകടകരമായ നിലയിലുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ പുതിയ ഗവർണർ വന്നതിന് ശേഷം ഭാരതാംബയുടെ ചിത്രം എന്ന് പറഞ്ഞിട്ട് RSSന്റെ ശാഖയിൽ പ്രദർശിപ്പിക്കുന്ന RSSന്റെ ചില അടയാളങ്ങൾ അത് ഔദ്യോഗികമായി കേരളം അംഗീകരിച്ചു കൊള്ളണം എന്ന ധിക്കാരത്തിന്റെയും ദാഷ്ട്യത്തിന്റെയും ഭാഷയിൽ ചില കൽപ്പനകൾ പുറപ്പെടുവിക്കുകയാണ്. ആ കൽപ്പനയൊന്നും ഇവിടെ നടപ്പാക്കാൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കുന്ന പ്രശ്നമില്ല. അതിശക്തമായ നിലയിൽ ഗവർണറുടെ ഈ രാഷ്ട്രീയത്തെ തുറന്നുകാട്ടും. ഇത് കേരളമാണ്, ഗുജറാത്ത് അല്ല. അതുകൊണ്ട് കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം ഏത് ഗവർണർ നടത്തുന്ന ഇത്തരം വർഗീയ നീക്കങ്ങളെയും ചെറുക്കാൻ കെൽപ്പുള്ളവരാണ്. ആ ചെറുത്ത് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ഇന്ന് കേരളമായി നിൽക്കുന്നത്. അതുകൊണ്ട് ഗവർണർ നടത്തുന്ന ഈ നെറികെട്ട അങ്ങേയറ്റം വൃത്തികെട്ട നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കേണ്ടതുണ്ട്. കേരളത്തിൽ ഡിവൈഎഫ്ഐ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നു. ഗവർണറുടെ ഭവനത്തിലേക്ക് ഇന്നലെ ഞങ്ങൾ മാർച്ച് നടത്തിയിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ ക്യാമ്പയിനുകളും സമര പരിപാടികളും ഇതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കും. സനോജ്, ഒരു കാര്യം കൂടി, ഈ ആദ്യ വിവാദം ഉണ്ടായപ്പോൾ ഇനി ഇത്തരത്തിൽ ഈ ആ കാവി ചുറ്റിയ വനിതയെ, ആ ഭാരതാംബയെ, RSSന്റെ ഭാരതാംബയെ പ്രതിഷ്ഠിക്കില്ലെന്നായിരുന്നു ഗവർണറുടെ ഓഫീസ് വ്യക്തമാക്കുകയും ചെയ്തത്. പക്ഷേ വീണ്ടും ഇന്നലെ ഈ തീരുമാനമായി വരുമ്പോൾ അതിൽ കൃത്യമായി ഇടപെടൽ സംഘപരിവാർ RSS കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്ന സംശയം ഉയരുന്നില്ലേ? അല്ല, സംശയമില്ല. അതിന് സംശയിക്കാനില്ലല്ലോ. കാരണം ഗവർണർമാരെ ഇപ്പൊ RSS ഈ നിലയിൽ നിയോഗിച്ച് അയക്കുന്നത് തന്നെ ചില സംസ്ഥാനങ്ങളിൽ കുഴപ്പമുണ്ടാക്കാനാണ്. ഇവിടെ സംസ്ഥാന നിയമസഭ ഭൂരിപക്ഷ പ്രകാരം പാസ്സാക്കുന്ന ബില്ല് അത് നിയമമായി വരേണ്ട കാര്യമാണ്. അത് തടഞ്ഞു വെച്ച അനുഭവം ഉണ്ടായല്ലോ. സുപ്രീം കോടതി തന്നെ എത്ര ശക്തമായിട്ടാണ് ഗവർണറുടെ ഈ നടപടിയെ എടുത്ത് തുടരിട്ട് കളഞ്ഞത്. അപ്പൊ സുപ്രീം കോടതി തന്നെ പറയാണ്. അപ്പൊ ഗവർണർ എന്ന പദവി തന്നെ ആവശ്യമുണ്ടോ എന്ന തരത്തിലേക്കുള്ള ചർച്ച, ഭരണഘടനാപരമായിട്ടുള്ള ചർച്ച ശക്തമായി ഉയർന്നു വരുന്ന ഘട്ടമാണ്. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം വളരെ ആലങ്കാരികമായിട്ടുള്ള പദവിയാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഭൂരിപക്ഷ പ്രകാരം പാസ്സാക്കിയിട്ടുള്ള ഒരു ബില്ല് അന്യായമായി തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ്. അപ്പൊ ഇതൊന്നും നേരത്തെ ഇല്ലാത്ത കാര്യമാണ്. അപ്പൊ RSSന് BJPക്ക് സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ അവിടെയുള്ള ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നീക്കം അത് ഗവർണർമാർ ഉപയോഗപ്പെടുത്തി നടത്തിക്കൊടുക്കുകയാണ്. അപ്പൊ അത് നമ്മൾ കണ്ടാണല്ലോ. അപ്പൊ സുപ്രീം കോടതി തന്നെ ആ കാര്യത്തിനകത്ത് ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന നിലയും ഉണ്ടായി. അപ്പൊ തുടർച്ചയായി ഗവർണർമാർ ഉപയോഗപ്പെടുത്തി ഈ സംസ്ഥാനത്ത് അസ്വസ്ഥത ഉണ്ടാക്കുകയാണ്. സമാധാനപരമായി പോകുന്ന സ്ഥലത്ത് വർഗീയത